ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അണ്ടർ ഐ ഡാർക്ക്നെസ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഒരുപാട് പേര് വിഷമിക്കുന്ന ഒരു കാര്യമാണ് കണ്ണിന് ചുറ്റും കാണുന്ന ആ ഒരു ഡാർക്ക്നെസ് കൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാവുന്ന പോലെയാണ് ഇല്ലേ. നമ്മൾ എത്രത്തോളം നമ്മൾ ഫേസ് ഓക്കെ ആക്കി വെച്ചാലും നമ്മളുടെ കണ്ണ് ഓക്കെ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഭയങ്കര ഡാർക്ക്നെസ്സും കാര്യങ്ങളും ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന പോലത്തെ ഫീലൊക്കെ ആയിരിക്കും നമുക്ക് വരിക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളുടെ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും മേടിക്കാതെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അണ്ടർ ഐ ഡാർക്ക്നെസ്സിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ കണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഫേസിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഐ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഐ മേക്കപ്പൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? ഐ ഭയങ്കരമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ സൗന്ദര്യത്തിൻ്റെ ഓരോ ഫീച്ചേഴ്സും, നമ്മൾ ഐബ്രോ ആണെങ്കിലും ശരി, കണ്ണാണെങ്കിലും നോസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പും എല്ലാം നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും ഒരുപോലെ ഇരിക്കണം. എന്നാലാണ് ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണെപ്പോഴും നമുക്ക് എന്താ പറയുക, കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ തന്നെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് തരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ക്ഷീണിച്ച്, ചില സമയത്ത് ഞാൻ പേഴ്സണലി പറയാം, ഞാൻ കണ്ണിൽ ഒരു കാജലൊന്നും എഴുതാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് പറയും, മാം എന്തോ പോലെ ഉണ്ടല്ലോ, ഫേസ് ഭയങ്കര ക്ഷീണിച്ച പോലെ തോന്നും. ഇന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, എന്നാൽ പോലും പറയാറുണ്ട്, ഐ ഭയങ്കര ക്ഷീണിച്ച പോലെ, കണ്ണ് ഭയങ്കര ഇതായിട്ടിരിക്കുന്നു, ക്ഷീണിച്ച പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഐ എന്ന് പറയുന്നത് അത്രയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ഏരിയ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അണ്ടർ ഐ ഡാർക്ക്നെസ്സിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കക്കുറവാണ് ഫസ്റ്റത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഉറക്കമില്ലായ്മ. അപ്പോൾ ആദ്യം നമ്മൾ 7 to 8 hours എങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ നോക്കി രാത്രി ഒരുപാട് ഉറക്കമൊഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ആ ഒരു ശീലങ്ങളിൽ നിന്നെല്ലാം ഒന്ന് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമ്മളുടെ കണ്ണിന് നമ്മൾ ആരോഗ്യത്തോട് കൂടിയിട്ട് വെക്കാൻ പറ്റും. നമ്മൾ ഓരോ ഫീച്ചേഴ്സും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ റിസൾട്ട് അറിയും. കണ്ണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ടൈം നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ റെസ്റ്റ് കൊടുത്തേ പറ്റൂ. അത് കൊടുത്തില്ലെങ്കിൽ നമുക്കിതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് അങ്ങനെ ഉണ്ടായി, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഡെയിലി വൈസിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് അണ്ടർ ഐ ഫോക്കസ് ചെയ്ത് സൺസ്ക്രീൻ മോയ്സ്ചർ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും, എന്ത് ചെയ്യുമ്പോൾ വെള്ളം നല്ലപോലെ കുടിക്കണം എന്ന് പറയും. അത് നമുക്ക് അണ്ടർ ഐക്കും എല്ലാറ്റിനും നമുക്ക് ആവശ്യമാണ്. കാരണം ഡീഹൈഡ്രേഷൻ മൂലവും നമുക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കാം. കണ്ണിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് നല്ല രീതിയിൽ കുടിക്കണം. പിന്നെ നമ്മളുടെ അണ്ടർ ഐ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ മാത്രമല്ല, അണ്ടർ ഐയിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് വഴി തന്നെ നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ എന്നാലും ഇത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം, ജനറ്റിക് ഇഷ്യൂസ് കൊണ്ടും നമുക്ക് ഇതുപോലത്തെ റീസൺസൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമുക്ക് എന്തുകൊണ്ടാണ്, നമ്മൾ ഉറക്കം കുറവ് കൊണ്ട് മാത്രമാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം നമുക്കിതിൻ്റെ ഒരു റീസണാണ്. കൂടുതൽ ടൈം നമ്മൾ ലാപ്ടോപ്പും ഇതൊക്കെ സിസ്റ്റത്തിലൊക്കെ ഇരിക്കുന്നവർക്കും നമുക്കിതുപോലത്തെ ഇഷ്യൂസൊക്കെ കാണും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രശ്നത്തിന് നല്ല രീതിയിൽ സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഫേസ് കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ കണ്ണും എല്ലാം തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടത്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ ഒരു പാക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൊക്കെ ഭയങ്കര ടയർഡായിരിക്കും. ഈ ചൂട് സമയത്തൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആ സമയത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കോട്ടൺ എടുക്കുക, നല്ല തണുത്ത വെള്ളത്തിൽ അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മേളിലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നല്ലൊരു എന്താ പറയുക, ആ കൂളിങ് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ ഒന്നും വേണ്ട, നമ്മളുടെ ക്യൂക്കമ്പർ എടുക്കുക, അത് സ്ലൈസായിട്ട് കട്ട് ചെയ്യുക, നന്നായിട്ട് തണുപ്പിക്കുക, നമ്മൾ കണ്ണിൽ വെച്ച് കൊടുക്കുക. അതും നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഈ ഡാർക്ക്നെസ്സൊക്കെ കുറയാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ് വെച്ച് മസാജ് കൊടുക്കാം. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക്
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പാക്ക് തന്നെ ഉപയോഗിക്കണം എന്നില്ല. അത് മാത്രമല്ല ചില ആൾക്കാർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. സോ അത് നിർബന്ധമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരിക്കലും ഇതുപോലെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ഇതെല്ലാം മാറ്റണം എന്നില്ല കേട്ടോ. നമുക്ക് തോന്നും ഇത് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോം കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇത് മാറത്തില്ല എന്ന്. അങ്ങനെയില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ തന്നെ ഇതുപോലത്തെ ഹോം കെയറിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ പാക്ക് പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ടുള്ള പാക്കാണ് ഇത്. നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ നമ്മുടെ അണ്ടർ ഐ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ നമുക്ക് ക്യുക്കുംബർ ജ്യൂസ് എടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മുടെ അലോവേറ, വേറെ ഒന്നും വേണ്ട. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണ് നല്ലപോലെ ക്ലിയർ ചെയ്തിട്ട് വാഷ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ പാക്ക് നമ്മളുടെ ഒരു അണ്ടർ ഐ ഭാഗത്ത്, നമുക്ക് എവിടെയാണ് ഭയങ്കര ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത് ആ ഭാഗത്ത് വെച്ചിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ദെൻ അതിന് ശേഷം വാഷ് ചെയ്യുക. ഇത് നമ്മളൊരു 4-5 പ്രാവശ്യം ആഴ്ചയിൽ 3-4 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഭയങ്കര വിസിബിളായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. ഒരു ദിവസം കൊണ്ട് മാറണമെന്ന് ചിന്തിക്കരുത്. കുറേ പേര് എല്ലാവരുടെയും ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാക്ക് എന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുക, എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം, ഇന്ന് തന്നെ റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിലാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മളത് കറക്റ്റായിട്ട് കുറേ ദിവസമെങ്കിലും നമ്മൾ എടുക്കും, നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഒരു ക്ഷമയോട് കൂടിയിട്ട് നമ്മളത് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ സ്കിൻ കെയർ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും ശരി, നമ്മൾ 2 ദിവസം ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, നമുക്ക് അറിയത്തുമില്ല. പക്ഷേ അത് എങ്ങനെ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചറിൽ വ്യത്യാസം വരണമെങ്കിൽ തന്നെ അതൊരു 21 ഡേയ്സ് എടുക്കും. നമ്മുടെ സ്കിൻ ടെക്സ്ചറിൽ ഒരു ഡിഫറൻസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, സോഫ്റ്റ്നെസ് ടെക്സ്ചറിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്കിൻ ടെക്സ്ചർ നല്ലപോലെ സോഫ്റ്റായി വരും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാം, നമ്മുടെ സ്കിൻ ബാരിയർ അതിൽ റിപ്പയറിങ് നടക്കും. മനസ്സിലായി? അപ്പോൾ എന്താവും, റിപ്പയറിങ് നടക്കുന്ന സമയത്ത് പതിയെ ഒരു അൺഈവൺ എല്ലാം ഒന്ന് ക്ലിയറായി വരും. പതുക്കെ ക്ലിയർ ആവുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 3rd വീക്ക് ആകുമ്പോഴാണ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊരു ക്ലിയറിലേക്ക് വരുന്നത്. ആ രീതിയിലായിരിക്കും നമുക്കൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങളൊരു സ്കിൻ കെയർ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യണം. അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കണ്ണൊക്കെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് പറയണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സ്കിൻ കെയർ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഡെയിലി വൈസിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അണ്ടർ ഐ ഫോക്കസ് ചെയ്ത് കണ്ണിലോ കൺപീലിലോ തട്ടാതെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ സൺഗ്ലാസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ഡാർക്ക്നെസ് ഉള്ളവർ നിർബന്ധമായിട്ടും സൺഗ്ലാസ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമ്മളെ കണ്ണ് ഭയങ്കരമായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാതിരിക്കും. ഇനി നിങ്ങൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ലെങ്കിൽ നമ്മൾ 3 മാസത്തെ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേരെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ തന്നെ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ്, അൺഈവണും ഡ്രൈനെസ്സും റിങ്കിൾസും, അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ സ്കിന്നിൽ കാണപ്പെടുന്ന ഒരുപാട് പാടുകൾ, ഇങ്ങനെയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും നമുക്കതൊരു റിസൾട്ട് കിട്ടാതെ നമ്മളുടെ അടുത്ത് വരുന്ന ഒത്തിരി പേരുണ്ട്. ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എന്താ പറയുക, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടും റിസൾട്ടൊന്നും വന്നിട്ടില്ല എന്ന് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളൊരു ഹെൽത്തി സ്കിൻ കെയറിലൂടെ മാറ്റാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏജിനും നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലവും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. 100% നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിൽ എന്ത് പ്രോബ്ലം ആണെങ്കിലും. അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ പറഞ്ഞ പോലെ സ്കിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് നമ്മുടെ ഏജിനും സ്കിന്നിനും അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 21 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ സ്കിന്നിൽ ആകെ ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതാണ് നമ്മുടെ സ്കിൻ ടെക്സ്ചർ മാറ്റം വരുന്നത്. അത് കഴിയുമ്പോഴാണ് നമുക്ക് പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്നോ അങ്ങനെ ഒന്നും അറിയില്ലെങ്കിൽ നമ്മളുടെ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്കും എടുക്കാം. പേഴ്സണൽ ഗൈഡൻസിലൂടെ 3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതെല്ലാം മാറ്റി ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. 3 മാസത്തെ
നമ്മുടെ ഗൈഡൻസിന് 5,000 റുപ്പീസ് നമുക്കിതിന് ഫീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഗൈഡൻസ് എടുക്കുക. ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ പറ്റും. കാരണം ഇത് പേഴ്സണൽ ഗൈഡൻസ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഫീ വരുന്നത്. അപ്പോൾ അത് നമ്മൾ വീഡിയോ കോൾ വഴി ഓൺലൈനിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈൻ തട്ടിപ്പോ കാര്യങ്ങളൊന്നും തന്നെയല്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ട് 100% ഷുവറായിട്ടും കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ഈ പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ, വേറെ ഒന്നും വേണ്ട. ക്യൂക്കമ്പർ വേണം, അലോവേറ വേണം, രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. നമ്മൾ അണ്ടർ ഐയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, 15 മിനിറ്റ് വയ്ക്കുക, വാഷ് ചെയ്യുക. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുക കേട്ടോ. സൺഗ്ലാസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ കോട്ടൺ പാഡ് നല്ല തണുപ്പിച്ചിട്ട് കണ്ണിൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഐസ് വെച്ച് കൊടുക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ഐയുടെ പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനായിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മാജിക് ഓയിൽ, അതായത് നമ്മളുടെ എന്താ പറയുക, നാൽപ്പമ്പത് മിൽക്ക് ക്ലെൻസർ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം അത്രയും നിങ്ങൾ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഫീഡ്ബാക്കൊക്കെ. സോ അത്രയും സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ ടെക്സ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ നാൽപ്പമ്പത് മിൽക്ക് ക്ലെൻസർ. അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതും കൂടി ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.